നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓത്തുകൊട്ട് 44 പക്ഷത്തിൽ 18 പക്ഷങ്ങൾ പിന്നിട്ടു. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായാണ് മഴ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവള്ളക്കാവ് ദേവസ്വം വർഷം തോറും നടത്തിവരാറുള്ള വിദ്യാഭ്യാസ സഹായനിധി വിതരണം ഇക്കുറി ദേവസ്വം പ്രസാദഊട്ട് മണ്ഡപത്തിൽ വെച്ചാണ് നടന്നത്. ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് പണ്ടൊക്കെ പറയാനുണ്ട്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അത് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാവുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ അളവ് നോക്കിയിട്ടും പണത്തിൻ്റെ അളവ് നോക്കിയിട്ടാണ് മുതലാളിമാരെയും ഇവിടുത്തെ ഉന്നതന്മാരെ നിശ്ചയിച്ചിരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അറിവുള്ളവരുടെ ഒരു കാലഘട്ടം. അറിവും കഴിവുള്ളവർക്കും ഏത് പ്രദേശത്തു നിന്നുള്ളവനായിരുന്നാലും ഏത് കുടുംബത്തിൽ പിറന്നവനായിരുന്നാലും ഉന്നതൻ്റെതായിരുന്നാലും ദരിദ്രൻ്റെതായിരുന്നാലും പാമരൻ്റെതായാലും പണ്ഡിതൻ്റെതായിരുന്നാലും ഏത് കുടുംബത്തിൽ പിറന്നിരിക്കുന്നതായിരുന്നാലും ശരി, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ സഹായനിധി വിതരണം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വാർഡംഗം ശ്രുതി വിജിൽ, ചേർപ്പ് CNN സ്കൂൾ മാനേജർ KG അച്യുതൻ, പ്രോഗ്രാം കൺവീനർ PK ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓത്തുകൊട്ട് ആകെയുള്ള 44 പക്ഷത്തിൽ 18 പക്ഷങ്ങൾ പിന്നിട്ടു. തൈത്തരീയ സംഹിതയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഓത്തുകൊട്ട് പോലെയുള്ള വേദോപാസനകൾക്ക് ഉപയോഗിച്ചു വരുന്നത്. ഇതിനെ 7 കാണ്ഡങ്ങളിൽ 44 പക്ഷങ്ങളായി തിരിച്ചിരിക്കുന്നു. യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീരുദ്രം കൊട്ട് സെപ്റ്റംബർ 8 ആണ്. ഓഗസ്റ്റ് 9 തുടങ്ങിയ ഓത്തുകൊട്ട് കാണുവാനും മനസ്സിലാക്കാനുമായി സമൂഹത്തിലെ സാധാരണക്കാരും പൗരപ്രമാണികരുമായിട്ടുള്ള ധാരാളം ഭക്തജനങ്ങൾ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രമുഖ സൈബർ ക്രൈം കൺസൾട്ടന്റ് വിനോദ് ഭട്ടതിരിപ്പാട്, മിമിക്രി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ, ഭാഗവതാചാര്യൻ സദാനന്ദൻ നമ്പൂതിരി, വേദപണ്ഡിതൻ കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, വൈദികൻ പെരുമ്പടമ്പ് ഋഷികേശവൻ സോമയാജിപ്പാട്, വാദ്യകലാകാരന്മാരായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, സതീശൻ മാരാർ, ശങ്കരനാരായണ മാരാർ എന്നിവർ പങ്കെടുത്തു. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 3 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു.
പഴഞ്ഞി കോട്ടൂൽ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 12:30യോടെ കരിക്കാട് KK റീജൻസിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ പെരുമ്പിലാവ് റെഡോൺ ആംബുലൻസ് പ്രവർത്തകൻ ഹാഷിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം മെഗാ നറുക്കെടുപ്പ് നടന്നു. തൃശൂർ നടുവിലാൽ ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ മുൻ മന്ത്രി VS സുനിൽകുമാർ നറുക്കെടുപ്പ് നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ജയ കണ്ണൻ, മാനേജർ മീന, ധന്യ, അനുപമ, അമൽഖാൻ, അജി, വനജ, സുധ, ശശി എന്നിവർ പങ്കെടുത്തു. സ്ഥാപനത്തിൽ ഓരോ മാസവും നടക്കുന്ന നറുക്കെടുപ്പ് ഇത്തവണ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 3 പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങളെയും ഖാദി വ്യവസായത്തെയും ഖാദി സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ജനകീയമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തി വരുന്നത്. ഈ നറുക്കെടുപ്പിൽ നറുക്കെടുക്കാൻ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാനും വ്യക്തിപരമായും പിന്നെ മറ്റെല്ലാ അർത്ഥത്തിലും വളരെ ആത്മബന്ധമുള്ള സ്ഥാപനമാണ് നമ്മുടെ ഈ അവിടിശ്ശേരിയിലെ സ്ഥാപനം. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ താന്യം പഞ്ചായത്ത് 5-ാം വാർഡ് സ്വദേശി ശിവരാമന്റെ മകൻ TS ശ്രീജിത്തിനെ വാർഡ് അംഗം ആൻഡോ തൊറയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വസതിയിലെത്തിയാണ് ആദരവ് കൈമാറിയത്. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. അംഗൻവാടി വർക്കർ സതി രംഗൻ, ഹെൽപ്പർ നിമ്മി പ്രേമൻ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. പോലീസ് സേനയിൽ ഏറ്റവും നല്ല പോലീസുകാരനുള്ള തൃശ്ശൂർ ജില്ലയിൽ ഇവരുടെ ബറ്റാലിയനിലുള്ള തൃശ്ശൂർ ജില്ലയിൽ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള ഫസ്റ്റ് മീൻസ് പോലീസ് മെഡൽ മുഖ്യമന്ത്രി പോലീസ് മെഡൽ കരസ്ഥമാക്കിയുള്ള ശ്രീജിത്ത് മാത്രമാണുള്ളത്. ആദ്യമേ തന്നെ 5-ാം വാർഡിൻ്റെ എല്ലാവിധ ആഭ്യന്തരങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. നമുക്കറിയാം ഇവിടെ ചെറുപ്പം തൊട്ട് ശ്രീജിത്ത്, സഞ്ജു 2 പേരും ചേട്ടനിയന്മാരാണ്. അവർ ഇരട്ടകളാണ്. ഇപ്പോൾ ശ്രീജിത്തിനാണെങ്കിൽ അവരുടെ മക്കളും ഇരട്ടകളാണ്. ഇപ്പോൾ മക്കൾ ജനിച്ച് 2 പേര് ഇരട്ടകളാണ്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും ഒരുമിച്ചുണ്ടാവട്ടെ. ഈ നമ്മുടെ സേനയിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രീജിത്തിന് കഴിയട്ടെ എന്നാണ് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. കാശിയിലെത്തുന്ന സന്യാസിമാർക്കും ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾക്കും ഈ തിരുവോണം മുതൽ സൗജന്യ താമസവും മറ്റു സൗകര്യങ്ങളും ലഭ്യമാകും. തീർത്ഥാടകർക്കായി കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച സത്രത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് നാഗസന്യാസി സമൂഹമായ ശ്രീ ചമ്പ് ദശനാം ജൂന അഖാഡയുടെ കേരള ശാഖയാണ് ഈ സൗകര്യം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ സത്രത്തിന്റെ താക്കോലും രേഖകളും സാധു ആനന്ദവനത്തിന് കൈമാറി. സ്വാതന്ത്ര്യാനന്തരം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലേക്ക് എത്തിയ സത്രം വർഷങ്ങളോളം അനാഥമായും കയ്യേറിയും കിടക്കുകയായിരുന്നു. വർഷങ്ങളായി മലയാളികൾക്കോ തീർത്ഥാടകർക്കോ യാതൊരു പ്രയോജനവുമില്ലാതെ സ്ഥിതി ചെയ്തിരുന്ന സത്രത്തിന്റെ നടത്തിപ്പ് കേരള ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായുണ്ടായ ടെൻഡർ നടപടികളിലൂടെയാണ് ഇപ്പോൾ സന്യാസിമാരുടെ കൈകളിലേക്ക് എത്തിയത്. താക്കോൽ കൈമാറൽ ചടങ്ങിൽ ബോർഡ് അംഗങ്ങളായ പ്രേമരാജ് ചൂണ്ടലാത്ത്, MP മുരളീധരൻ, സെക്രട്ടറി P ബിന്ദു, കമ്മീഷണർ ഉദയകുമാർ, K കേശവദാസ്, മറ്റ് അഖാഡ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ബുക്കിംഗിനായി 6262828439 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്രമാണ്. പ്രത്യേകിച്ചും വാരണാസിയിലാകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട്. അതിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും ഭക്തജനങ്ങൾക്ക് അവർക്ക് വാരണാസിയിലെത്തുമ്പോൾ ലഭിക്കേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്ര ദർശനവും മറ്റു ചടങ്ങുകളും നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നുള്ള ഒരു സംവിധാനവും കൂടി അഖാഡ അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തികച്ചും സൗജന്യമായിട്ടാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ചും. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് പുനർനിർമ്മിച്ച ആ കെട്ടിടം വീണ്ടും അവിടെ അത് കോൺട്രാക്ട് എടുത്ത ആളുടെ കയ്യിൽ തന്നെ തന്നപ്പെടുകയും മലയാളികൾക്കോ അല്ലെങ്കിൽ തീർത്ഥാടകർക്കോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ വർഷങ്ങൾക്ക് നീണ്ടൊരു പരിശ്രമം കൊണ്ടും ഹൈക്കോടതിയിൽ നീണ്ടുനിന്ന വലിയൊരു കേസ് കൊണ്ടും
വീണ്ടും നമ്മളുടെ മലയാളികളുടെ കയ്യിൽ തീർത്ഥാടകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ, ഹിന്ദു സമാജത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ സന്യാസിമാരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള നാഗ സന്യാസിമാരുടെ സമൂഹമായിട്ടുള്ള ശ്രീപഞ്ച് ദശനാം ജൂന അഖാഡയുടെ കേരള ശാഖയാണ് ഇപ്പോൾ അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നെത്തുന്ന സന്യാസിമാർക്കും ഭക്തജനങ്ങൾക്കുമെല്ലാം അവിടെ സൗജന്യമായിട്ട് താമസിക്കാനും ദർശനത്തിനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാനും വേണ്ടിയിട്ടാണ് ആ കേന്ദ്രം ഇനി പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ചായപ്പൻകുഴിയിൽ കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. ചായപ്പൻകുഴി വീരഞ്ചിറ ചെമ്പൻകുന്ന് പാടശേഖരത്തിൽ നിന്നാണ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. കൃഷിയിടത്തിൽ പുല്ലുവെട്ടുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി റെസ്ക്യൂ മൊബൈൽ സംഘം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ഏകദേശം 12 അടി നീളവും 30 കിലോ തൂക്കവുമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. സീനിയർ റെസ്ക്യൂവർ PB ബിബീഷ്, ദിജിത് ദിവാകരൻ, ഡ്രൈവർ AB പ്രബിൻ, വാച്ചർ സുരാഗ് എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. ചേട്ടന്മാര് അത് തിരിഞ്ഞു ചാടും. ബാക്കി നടന്നോട്ടോ. പിള്ളേരെ മാറ്റിയേ എങ്ങനെ തിന്നറിയണോ ബോസ്? കേസെടുത്തറിയും. ഇവിടെ കക്കാൻ പറ്റില്ലാന്ന്, ഇവിടെ കക്കാൻ പറ്റില്ലാന്ന്. വന്നിട്ട് ഡയറക്റ്റ് തിരിഞ്ഞോ? ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓത്തുകൊട്ട് 44 പക്ഷത്തിൽ 18 പക്ഷങ്ങൾ പിന്നിട്ടു. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായാണ് മഴ മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.